തമിഴ്നാട്ടിൽ ആവേശമായ വീരവണക്കം കേരളത്തിൽ ഈ മാസം 31-ന് വെള്ളിത്തിരയിലെത്തും. തമിഴ്നാട്ടിലെ ജാതിമത വിവേചനവും ദുരഭിമാന കൊലപാതകവും തുറന്നുകാട്ടുകയും അതിനെതിരെ സംഘടിക്കുന്ന ഗ്രാമവാസികൾ കേരളത്തെ സാമൂഹിക മാറ്റത്തിലേക്ക് നയിച്ച പി കൃഷ്ണപിള്ളയെ അറിയാനെത്തുന്നതുമാണ് വീരവണക്കത്തിന്റെ പ്രമേയം. കേരള തമിഴ്നാട് ചരിത്ര പശ്ചാത്തലത്തിൽ രണ്ട് വ്യത്യസ്ത കാലങ്ങളിലെ അതിവൈകാരിക മുഹൂർത്തങ്ങളെ കൂട്ടിയോജിപ്പിച്ചാണ് വീരവണക്കം ഒരുക്കിയത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേരളത്തിലെ നവോത്ഥാന പ്രക്ഷോഭം, സ്വാതന്ത്ര്യ സമരം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോരാട്ടങ്ങൾ എന്നിവ വീരവണക്കത്തിൽ ആവിഷ്കരിച്ചുവെന്ന് സംവിധായകൻ അനിൽ നാഗേന്ദ്രൻ പറഞ്ഞു. ഒരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. കാരണം ഇന്നത്തെ തലമുറ പൊതുവായി ഈ കഴിഞ്ഞത് പലതും അവർ ഓർക്കുന്നില്ല. എത്ര ത്യാഗപൂർണമായ കഷ്ടപ്പാടുകളിലൂടെയാണ് അല്ലെങ്കിൽ പോരാട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ഒരു നാട് സ്വാതന്ത്ര്യം നേടുന്നത്. അതിൽ ജാതി മതങ്ങൾക്ക് ഇല്ലാതെ മനുഷ്യത്വത്തോടുകൂടി നമ്മൾ ജീവിക്കുകയും നമ്മുടെ നാട് എത്രമാത്രം വികസിച്ചു, ഇതൊക്കെ എങ്ങനെ വന്നു, ഈ കഴിഞ്ഞ ചരിത്രം എന്താണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചിത്രമാണ്. ചിരുത എന്ന 97 വയസ്സുള്ള ശക്തമായ കഥാപാത്രത്തെ ആവിസ്മരണീയമാക്കിയത് കേരളത്തിന്റെ വിപ്ലവ ഗായിക പി കെ മേദിനി. വീരവണക്കം തമിഴ് സിനിമ 31-ന് കേരളത്തിൽ കൂടുതൽ തിയേറ്ററുകൾ പ്രദർശനത്തിന് എത്തുമ്പോൾ എല്ലാ പിന്തുണയും കേരള പ്രേക്ഷകർ നൽകണമെന്ന് പി കെ മേദിനി അഭ്യർത്ഥിച്ചു. ഈ പടം വിജയിക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. പണത്തിൻ്റെ ആവശ്യം മാത്രമല്ല, ആളുകൾക്ക് തലയ്ക്ക് വെളിച്ചം കിട്ടാൻ ഞങ്ങൾക്ക് വേണ്ടുന്ന ഈ സിനിമയുടെ സഹായത്തിന് എല്ലാവരുടെയും വിലയേറിയ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു അമ്മ, ഒരു മുത്തശ്ശി എന്ന് കരുതി എന്നെ അനുഗ്രഹിക്കണം. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്, രക്തസാക്ഷി ഗ്രാമങ്ങളെ, പുന്നപ്രവയലാർ ഗ്രാമങ്ങളെ. വസന്തത്തിന്റെ കനൽ വഴികൾ എന്ന സിനിമയുടെ ആദ്യ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് വീരവണക്കം. ആദ്യ ചിത്രത്തിന്റെ കുറെ ഭാഗങ്ങൾ ഫ്ലാഷ് ബാക്കാക്കി വീരവണക്കത്തിലുണ്ട്. പി കൃഷ്ണപിള്ളയായ ദേശീയ അവാർഡ് ജേതാവായ ദക്ഷിണേന്ത്യൻ താരം സമുദ്രക്കനി വേഷമിട്ടിരുന്നു. നായകനായി അഭിനയിക്കുന്ന തമിഴ് സൂപ്പർ താരം ഭരത് മറ്റൊരു നായകനായ ഹൃദേശ് തമിഴകത്തിന്റെ കയ്യടിയും നേടി. ചിത്രം കാണുന്നതിന് കേരളത്തിലെ തിയേറ്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് 50% ഇളവ് നൽകും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.